ഹായ്, നമ്മുടെ അൽമാസ് ചിക്കൻ്റെ അടിമാലിയിലെ പുതിയ ബ്രാഞ്ചാണ്. ഇന്ന് ഉദ്ഘാടനമാണ്. അപ്പോൾ എന്തുകൊണ്ട് എന്നെ തന്നെ ക്ഷണിച്ചു, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം കോഴിക്കടയുള്ള അപ്പോൾ ഒരു കരിങ്കോഴി എപ്പോഴും നല്ലതാണ്. ഞാനല്ല, അവിടെ ഉണ്ട് കരിങ്കോഴികൾ വേറെ ഉണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് അൽമാസ് ചിക്കൻ്റെ പുതിയ ഉദ്ഘാടനമാണ് കടയുടെ, അതിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വേറൊരു കാര്യം പ്ലാൻ ചെയ്തേക്കണത് എന്താണെന്നറിയാമോ? ഇവിടെ വന്ന് ഇന്ന് പർച്ചേസ് ചെയ്യണ എല്ലാവരുടെയും പേരും ഫോൺ നമ്പറും അവർ ബുക്കിൽ എഴുതി വെക്കും. എന്നിട്ട് വൈകുന്നേരം ഒരു 4 മണി കഴിയുമ്പോൾ ഞങ്ങൾ നറുക്കിട്ടിട്ട് ഒരു 3 പേരെ സെലക്ട് ചെയ്യാം. 3 പേർക്ക് ഒരേ താറാവ് വെച്ച് കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്തേക്കണേണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞാനുള്ളപ്പോൾ വേറൊരെണ്ണം ആവശ്യമില്ല, പക്ഷെ ഇത് സെയിലിനുള്ളതാണ്. ഓടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. മൊത്തം ഇത് കണ്ട കുറേ മീനുകളൊക്കെ വന്നിട്ടുണ്ട്. ചെറിയ മീനുകൾ മാത്രമല്ല കേട്ടോ, ഒരു വമ്പം മീൻ ഇട്ടിരിക്കുന്നുണ്ട്. ഒരു വലിയൊരു കേര, 85 കിലോൻ്റെ വലിയൊരു കേരയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കണ്ടാ കിടക്കണ കിടപ്പ് കണ്ടാ, അടിപൊളിയല്ലേന്ന് നോക്കിയേ. അതുപോലെ മീനും ചിക്കനും ഒന്നും മാത്രമല്ല കേട്ടോ, അതുപോലെ ഇവിടെ ഡക്കുണ്ട്, അതുപോലെ കാടക്കോഴിയുണ്ട്, സ്പ്രിങ് ചിക്കൻ ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട്, കരിങ്കോഴിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്, അതാണ് പറയണം. അപ്പോൾ നമ്മൾ അൽമാസ് ചിക്കൻ്റെ അടിമാലി ഇരുമ്പുപാലത്തുള്ള വേറൊരു ബ്രാഞ്ചാണെന്നൊക്കെ പറഞ്ഞിരുന്നു രാവിലെ. ഇന്നപ്പോൾ നമ്മളൊരു 3 നറുക്കെടുപ്പിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. നമ്മളാരും അല്ലട്ടാണ്, അടിമാലിക്കാരനായ ഒരാൾ, എൻ്റെ സുഹൃത്ത് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ വഴിയിൽ നിന്ന് ഒരാളെ പിടിക്കാമെന്ന് പറഞ്ഞിരിക്കണായിരുന്നു. അപ്പോൾ നമ്മുടെ സുഹൃത്ത് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ സ്വന്തം, നിങ്ങൾക്ക് അടിമാലിക്കാർക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന് സുപരിചിതമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ് നമ്മൾ വഴിയിൽ നിന്ന് ഒരാളെ പിടിക്കാനുള്ള ആളിവിടെ ഉണ്ട്, ഞാൻ വിളിക്കാം. അപ്പോൾ അനസിക്ക വാ. അനസിക്കാനെ ഞാൻ അടിമാലിക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എന്നാലും പറഞ്ഞാണ്, വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ നമ്മളെ നറുക്കെടുക്കണില്ല, അതിന് പകരം 50 പേരുടെ പേര് നമ്മളൊരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന് പർച്ചേസ് ചെയ്ത് വരാം. അപ്പോൾ അതിൽ നിന്ന് 1 തൊട്ട് 50 വരെയുള്ള സംഖ്യയുണ്ട്. 1 തൊട്ട് 50 വരെയുള്ള ഏത് നമ്പേഴ്സ് വേണമെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ഒരു 3 എണ്ണം പറയാം. കാരണം നമ്മളിത് എഴുതിയെടുത്ത് നറുക്കിട്ട് അതിൻ്റെ പരിപാടി ഒഴിവാക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ 1 തൊട്ട് 50 വരെ ആൾക്കാർ ഇപ്പോൾ പർച്ചേസ് ചെയ്ത് നമ്മൾ ക്ലോസ് ചെയ്ത്, ഇനിയുള്ളവർക്കില്ല. അപ്പോൾ അതിലൊരു 3 നമ്പേഴ്സ് വേണം, ഏത് വേണമെങ്കിലും അനുസരിച്ച് പറയാം. അപ്പോൾ ആദ്യത്തെ ഒരെണ്ണം പറയാം, 12. 12 കേട്ടോ, 12 അല്ലേ. പിന്നെ അടുത്ത് 12 ഒന്ന് നോട്ട് ചെയ്തേക്കണോട്ടോ. പിന്നെ നെക്സ്റ്റ് 27. പിന്നെ ഒരെണ്ണോടി 42. 42, 12, 27, 42 അല്ലേ. അപ്പോൾ എന്തായാലും സന്തോഷം. മുതലാളി എത്തിയിട്ടില്ല കേട്ടോ, മുതലാളി ഇല്ലാണ്ട് ഞങ്ങൾ തകർത്തുകൊണ്ടിരിക്കണേണ്. നോക്കട്ടെ, താറാവിനെ കൊടുക്കാറാകുമ്പോൾ മുതലാളിനെ കൊണ്ടുവരാം അല്ലേ. അനുസിക്ക സന്തോഷം, എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റി, തീർച്ചയായിട്ടും പങ്കെടുക്കാൻ പറ്റിയത് വളരെ സന്തോഷം. ജോർജ് ആന്റണിയുടെ കുറെ നാള് കൂടി കണ്ടതുമല്ലേ. അല്ലേ, ഞാൻ വർഷങ്ങളായിട്ട് വേറെ വീഡിയോ എടുക്കുന്ന കാര്യം ചോദിച്ചിട്ടുണ്ട്, അത് ഭാവിയിൽ നമുക്ക് വിടാം അല്ലേ. അപ്പൊ ഇതെന്തായാലും ആരൊക്കെയാണെന്ന് നോക്കട്ടെ, അവരെ വിളിക്കട്ടെ. അപ്പൊ അയക്കാക്കൊരു താറാവ് കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ നറുക്കെടുപ്പ് എടുത്തിട്ടുണ്ടായി. പൈക്കാക്ക് താറാവ് അൽമാസ് കടയില്ലേ, ചിക്കൻ സെന്റർ. അപ്പം ഫോൺ നമ്പറും പേരും കൊടുത്തിട്ടില്ലാനോ. അപ്പം നമ്മൾ ഇപ്പം നറുക്കെടുത്തായിരുന്നു. അപ്പം അതിൽ ചേട്ടനൊരു താറാവ് അടിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പൊ വരാൻ പറ്റുമോ? ഇപ്പൊ അവന് നമുക്ക് സന്തോഷം. ഓ ഹലോ അതാണ് അമ്പടാ ലൈവ്, അത് കളിക്കേ അനുസിക്ക, അത് പൊളിച്ച്. അതാണ് ആള്. അല്ല, ഇതെടുത്തത് നമ്പർ പറഞ്ഞേക്കണ അദ്ദേഹം, അനുസിക്കാണ് പറഞ്ഞത്. അത് കളിക്കുക പൊളിയായി. ഇതെന്താ ഇവിടെ കാത്തിരുന്ന് വെച്ചാ അല്ല പറഞ്ഞ താറാവിനെ കിട്ടുമെന്ന് പറഞ്ഞു. ഒരു താറാവുണ്ട്. ഇത് മുമ്പിലേക്കില്ല, കറക്റ്റ് മുമ്പിൽ ഞങ്ങളൊരു വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ മുഴുവനാക്കിയില്ല, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പുറത്തുകൂടി പോണ ഒരാളെ കൊണ്ട് എടുപ്പിക്കാനിരുന്നത്. അനുസിക്ക യാദൃശ്യമായിട്ട് കാണാൻ വേണ്ടി വന്നപ്പോ അടിമാലിക്കാരുടെ ചങ്ങല, പിന്നെ നമുക്ക് ഇനി വേറെ ആളെ വെക്കണ്ടല്ലോ. രാവിലെ ഉൾക്കാരം കഴിഞ്ഞില്ലേ അൽമാസ് ചിക്കൻ സെന്റർ. അപ്പൊ ആ ചേട്ടൻ ഫോൺ നമ്പറും കൊടുത്തില്ലാനോ, ഒരു നറുക്കെടുപ്പുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പൊ ചേട്ടൻ ഒരു താറാവിനെ അടിച്ചിട്ടുണ്ട്, നല്ല സുന്ദരി താറാവുണ്ട്. വാ റൂബി ചേട്ടാ, ആദ്യത്തെ അല്ല വിന്നർ ഇവിടെ ഉണ്ടോ? അനൂപേ, അതെ കൊടുത്തോ, ഐശ്വര്യമായിട്ട് കൊടുത്തോ. ആദ്യത്തെ അനൂപിനാണ് അല്ലെ. 2 വാക്ക് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. കടയെ കുറിച്ച് ഞാനിന്ന് രാവിലെ കുറച്ച് സാധനങ്ങൾ മേടിച്ചു. അത്യാവശ്യം എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഭക്ഷണം നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് വീട്ടില്. സെറ്റാ. സന്തോഷം. ഇനി സഹകരണം പ്രതീക്ഷിക്കുന്നില്ല. എനിക്കൊന്നോ അടുത്ത വിന്നർ എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ അടിമാലിക്കാരനായ
അനസേട്ടനാണ് ഇപ്പൊ നമ്പർ സെലക്ട് ചെയ്തത്. സമീർക്കാണ് കൊടുക്കണം. എടാ നീ നിക്കടാ. കൊടുത്തോ, രണ്ടുപേരും കൊടുത്തോ. ഇങ്ങനെയൊക്കെ ഇതൊരു തുടക്കമായിട്ടെ അല്ലേ, മകനാണ് ട്ടോ, അതാണ്. അപ്പൊ നമ്മുടെ അനസിക്ക അങ്ങനെ ചെല്ലി അവിടെ നിന്നോ, വാ നടുക്കുന്നോ, അവിടെ നടുക്കുന്നോ. അപ്പൊ ഞാൻ മൂന്നാമത്തെ അല്ലെ രവീന്ദ്രൻ മൂന്നാമത്തെ കിട്ടിയാണ്. എന്തായാലും സന്തോഷം. അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ടൊരു നറുക്കെടുപ്പ് നടത്തിയാണ്. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും അത് വേണം, ചേട്ടൻ്റെയും ഇവിടെയുള്ള നാട്ടുകാരുടെയും എല്ലാവരും. അപ്പൊ അനസിക്ക യാദൃശ്യമായിട്ട് വന്നുകൊണ്ട് നമുക്ക് ആ 3 പേരുടെയും അല്ലെ നറുക്കെടുക്കാൻ പറ്റി. പിന്നെ ഞാൻ ഹാപ്പിയാണ്, അനസിക്കനെ കുറെ ആളായിട്ട് കണ്ടാണ്. അപ്പൊ വേറെ കാര്യം പറയാനുള്ളത്, അടിമാലിയിലുള്ള അല്ലെങ്കിൽ ഇരുമ്പുപാലത്തുള്ള എല്ലാവരുടെ അൽമാസ് ചിക്കൻ അല്ലെ ഹബ്ബ്, അതുപോലെ ഫിഷ് ഹബ്ബും കൂടിയാണ് ഇവിടെ വരിക. സഹകരണം പ്രതീക്ഷിക്കുന്നു എല്ലാവരും. വേറെ എന്തെങ്കിലും പറയണ്ടോ? തീർച്ചയായും. അടിമാലിക്കാരനായ അനസിക്കൊക്കെ എന്തെങ്കിലും പറയണ്ടോ? ഏറ്റവും നല്ല മീനും നല്ല ഇറച്ചി, കോഴിയിറച്ചി, താറാവ് എല്ലാം ഉള്ള ഇങ്ങോട്ട് നിങ്ങൾ എല്ലാവരും വന്ന് സഹകരിക്കണം എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.